മാത്രം മതി ഒരാളുടെ ജീവിതം മാറി മറിയാൻ. ഞാനീ പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിലെ ആ കറുത്ത അധ്യായത്തിന്റെ കഥയാണ്. ഒരു പക്ഷേ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് രാത്രി ഉറക്കം നഷ്ടപ്പെട്ടേക്കാം. പക്ഷെ എനിക്കിത് പറയാതെ വയ്യ. സത്യം ചിലപ്പോൾ കെട്ട് കഥകളേക്കാൾ ഭയാനകമായിരിക്കും. എൻ്റെ പേര് ഞാനിവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് എന്നെ ലിസ എന്ന് വിളിക്കാം. എൻ്റെ ജീവിതത്തിൽ നടന്ന 3 സംഭവങ്ങളിൽ ഒന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഞാൻ ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. എൻ്റെ ജീവിതത്തിൽ ഈ സംഭവം നടക്കുന്നത് നമ്മുടെ മമ്മൂട്ടിയുടെ പ്രീസ്റ്റ് മൂവി ഇറങ്ങിയ സമയത്താണ്. ഏതാണ്ട് 2021. ആ സമയമാണ് എൻ്റെ പപ്പയുടെ ചേച്ചി മരിക്കുന്നത്. അവർക്ക് കുറേയേറെ അസുഖങ്ങളുണ്ടായിരുന്നു. ഒരുപാട് സഹിച്ചിട്ടാണ് അവർ ഞങ്ങളെ വിട്ടു പോയത്. അവർ പോയതിൻ്റെ കൃത്യം 1 വർഷമാകുന്ന ഒരു സമയമായിരുന്നു അത്. അവർ കൂടുതലായും ഞങ്ങളുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ അഭാവത്തിലും ഞങ്ങൾക്ക് അവരുടെ ആ ഒരു പ്രസൻസ് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെയല്ലേ? പെട്ടെന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പോയി കഴിഞ്ഞാൽ നമുക്കത് അഡാപ്റ്റ് ചെയ്യാൻ ഒരല്പം സമയം വേണ്ടി വരും. അഡാപ്റ്റ് ചെയ്യാൻ സത്യത്തിൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു സംഭവം. എൻ്റെ അമ്മയ്ക്ക് ഈ മരണങ്ങൾ നടക്കുന്ന വീട്ടിൽ പോകാൻ പേടിയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ബന്ധുക്കളുടെയൊക്കെ അവസാന ചടങ്ങിൽ മാത്രമേ അമ്മ പങ്കെടുക്കാറുള്ളൂ. ആൻറ്റി മരിച്ച ആ സമയം തൊട്ട് ഞങ്ങളുടെ വീട്ടിലെ മെയിൻ ഹാളിൽ ആൻറ്റിയുടെ ഒരു വലിയ പടം ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. മാത്രമല്ല ആ ഫോട്ടോ ഫ്രെയിമിൻ്റെ എതിരെയായിട്ടാണ് അടുക്കളയിലേക്കുള്ള വാതിൽ. ആ വാതിൽ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ അടയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വാതിലാണ്. ഒന്നാമത്തെ കാര്യം, ഇനി ആരെങ്കിലും അത് അടയ്ക്കാൻ നോക്കിയാലും കാതടപ്പിക്കുന്ന ഒച്ചയാണ്. വീട്ടുകാർ അങ്ങനെ ആരും ആ കഥക്ക് ഉപയോഗിക്കാറുമില്ല. എനിക്ക് തോന്നുന്നത് മിക്ക വീടുകളിലെയും അടുക്കളയുടെ വാതിൽ അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വാതിലിന് അഭിമുഖമായി നിൽക്കുന്ന ജനാലയിലൂടെ വെട്ടം വന്ന് വീഴുന്നത് ആ ഫോട്ടോ ഫ്രെയിമിലായിരിക്കും. പെട്ടെന്ന് ആരെങ്കിലും അതൊന്ന് കണ്ടാൽ ഞെട്ടിപ്പോകും. എൻ്റെ അമ്മയ്ക്ക് അതുകൊണ്ട് തന്നെ അതിലേക്ക് നോക്കാനും പേടിയായിരുന്നു. പ്രധാനമായും രാത്രി സമയങ്ങളിൽ. അഥവാ രാത്രിയിൽ അടുക്കളയിലേക്ക് പോകണമെങ്കിൽ അമ്മ എന്നെയും വിളിക്കും. എന്നിട്ട് ഈ സെൻറ്റർ ഹാൾ ക്രോസ് ചെയ്തേ പോകത്തുള്ളൂ. ആ സമയത്താണെങ്കിൽ എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു. അങ്ങനെ പേടിക്കുന്ന ആളല്ലായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ച് പ്രീസ്റ്റ് ഇറങ്ങിയപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചു. ഏഷ്യാനെറ്റിൽ രാത്രി 9 മണിക്ക് ആ സിനിമയുണ്ടായിരുന്നു. പക്ഷേ അമ്മ അന്ന് എന്നെ വഴക്ക് പറഞ്ഞു, അത് കാണണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കേട്ടില്ല. അമ്മ എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ ഞാൻ ആ സിനിമ കാണാനിരുന്നു. ഏതാണ്ട് ആ മൂവിയിലെ കുട്ടിയുടെ ബോഡിയിൽ പ്രേതം കയറുന്ന ആ സീനിൻ്റെ മുൻപുള്ള സീൻ. ആ സമയം പെട്ടെന്ന് എനിക്കൊരു തണുപ്പ് ഫീൽ ചെയ്തു. ഞാൻ ഒന്ന് ചുറ്റും നോക്കി. ആ സമയം ഏതാണ്ട് അറിയാമല്ലോ, കൊറോണ സമയമായിരുന്നു. കൊറോണയുടെ ഒരു അവസാന ഘട്ടമായിരുന്നു. എൻ്റെ അച്ഛന് പനിയും ശരീരവേദനയും ആയതുകൊണ്ട് പുറത്തുള്ള മുറിയിൽ ഐസൊലേറ്റഡ് ആയിരുന്നു. അവിടുത്തെ ജനൽ വഴി നോക്കിയാൽ പുറത്ത് നടക്കുന്നതൊക്കെ കാണാനും സാധിക്കും. ഞാൻ ചുമ്മാതെ ആ ജനൽ വഴി നോക്കിയപ്പോൾ എന്നെ ആരോ നോക്കുന്ന തോന്നലാണെന്ന് കരുതി ഞാനത് വ്യക്തമായി കാണാൻ അടുത്തേക്ക് ചെന്നു. ആ ഒരു നിമിഷം ജീവിതത്തിൽ നിന്നും ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന ഒന്നാണ്. ആ ജനാല വഴി ഞാൻ പുറത്തേക്ക് നോക്കി. ചില്ലുവഴി പുറത്തേക്ക് നോക്കിയപ്പോൾ എൻ്റെ ഹൃദയമിടിപ്പ് 1 സെക്കൻഡ് അവസാനിച്ചു എന്ന് വേണം പറയാൻ. ഒരു അസാധാരണ രൂപം, മൊത്തം വെള്ള പുതച്ച്, ശരിക്കും ഈ മരിക്കുമ്പോൾ പുതപ്പിക്കുന്നത് പോലെ. എൻ്റെ ഹൃദയമിടിപ്പ് അവിടം കൊണ്ട് നിലച്ചു എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ ശരിക്കും നിലച്ചത് ആ മുഖത്തേക്ക് നോക്കിയപ്പോഴാണ്. പകുതി വെന്ത രീതിയിൽ തുറിച്ചു നോക്കുന്ന കോലത്തിലായിരുന്നു ആ ഒരു മുഖം. അതും ഒരു ഭാഗത്ത് ചെരിഞ്ഞാണ് എന്നെ തുറിച്ചു നോക്കിയത്. എൻ്റെ ഹൃദയമിടിപ്പിൻ്റെ വേഗത കൂടാൻ തുടങ്ങി. കരയാൻ പോലും സാധിച്ചില്ല. ഞാൻ ഭയന്ന് അവിടെ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. എങ്ങനെയോ കഷ്ടപ്പെട്ട് ഞാൻ നിലവിളിച്ചു, അമ്മയെന്ന്. എൻ്റെ ഇടറിയ വിളി കേട്ട് അമ്മ ഓടി വന്നു. അപ്പോഴേക്കും ഞാൻ പേടിച്ചരണ്ട ആ ഒരു നിൽപ്പായിരുന്നു. അമ്മ എന്നെ നോക്കുന്ന സമയം തന്നെ ഏതോ ഒരു ശക്തി എന്നെ പുറകിൽ നിന്നും വലിച്ചതുപോലെ ഞാൻ കുറച്ച് പൊങ്ങി പെട്ടെന്ന് താഴേക്ക് വന്നു വീണു. അത് കണ്ട് പേടിച്ച് അമ്മയും കരയാൻ തുടങ്ങി. പിന്നീട് ഒച്ചയിട്ട് അച്ഛനെയും വിളിച്ചു. ഒച്ചപ്പാട് കേട്ട് എൻ്റെ അമ്മച്ചിയും ചാച്ചനും ഇറങ്ങി വന്നു. എൻ്റെ അവസ്ഥ കണ്ട് അവർ എന്നോട് എന്ത് പറ്റി എന്ന് ചോദിച്ചു.
ഞാൻ ജനാലയിലേക്ക് കൈനീട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ അമ്മയോട് ചോദിച്ചപ്പോൾ ഞാൻ എന്തോ കണ്ട് പേടിച്ചതാണെന്ന് അമ്മ അവരോട് പറഞ്ഞു. എൻ്റെ വിറയലും കരച്ചിലുമൊക്കെ നിർത്താതെ ആയതുകൊണ്ട് അമ്മ നെറ്റിയിൽ കുരിശ് വരച്ചു തന്നു. കൂടെ വെഞ്ചരിച്ച ഹന്നാൻ വെള്ളവും തളിച്ചു. അപ്പോഴാണ് ഞാനൊരല്പം നോർമലായത്. അപ്പോഴേക്കും അച്ഛൻ അങ്ങോട്ടേക്ക് വന്നപാടെ ഞാൻ എന്തിനാണ് കരഞ്ഞതെന്ന് ചോദിച്ചു. അതും എന്തിനാണ് ഇങ്ങനെ അലറിക്കരഞ്ഞതെന്ന് ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥയിൽ അമ്മ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ അച്ഛൻ പറഞ്ഞത് ഒരുമാതിരി കരയുന്നതും അലറുന്നതുമായ ഒരു ശബ്ദം കേട്ടു എന്നാണ്. അത് ഞാനല്ല എന്ന് എനിക്ക് വ്യക്തമായി അറിയാമായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു, ഇത് മിഥ്യയല്ല, സത്യം തന്നെയാണ്. പോരാത്തതിന് പ്രേത സിനിമ കണ്ടതുകൊണ്ട് ഹാലൂസിനേഷൻ പോലെ വന്നതായിരിക്കാം എന്ന് എല്ലാവരും പറഞ്ഞു. അന്ന് ഞാൻ അമ്മയുടെ കൂടെ കരഞ്ഞ് എങ്ങനെ കിടന്നുറങ്ങി എന്നുള്ളത് എനിക്ക് പോലും അറിയില്ല. 2023 ഞാൻ ഇതിനെക്കുറിച്ച് കുറേയേറെ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ സ്യൂഡോ സയൻസ് എന്ന വിഷയത്തെക്കുറിച്ച് അറിഞ്ഞു. ശാസ്ത്രം എന്ന പേരിൽ വിശ്വസിക്കപ്പെടുകയോ പ്രചരിക്കപ്പെടുകയോ ചെയ്യുന്ന വിശ്വാസങ്ങളോ സമ്പ്രദായങ്ങളോ അവകാശവാദങ്ങളെയോ ആണ് ഈ കപട ശാസ്ത്രം അഥവാ സ്യൂഡോ സയൻസ് എന്ന് പറയുന്നത്. ഇവയ്ക്കൊന്നും കൃത്യമായ തെളിവുകളോ വിശ്വാസ്യതയോ ഉണ്ടാവുകയില്ല. ഇങ്ങനെയുള്ളവ പലപ്പോഴും അംഗീകൃതമായ അടിസ്ഥാന ശാസ്ത്ര സിദ്ധാന്തങ്ങൾക്ക് നിരക്കാത്തതും ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ പരീക്ഷിച്ച് ബോധ്യപ്പെടാൻ കഴിയാത്തതുമായിരിക്കും. അവ്യക്തവും പരസ്പര വിരുദ്ധവുമായ ആശയങ്ങൾ, പരീക്ഷണങ്ങളിലൂടെ ആവർത്തിക്കാൻ ശേഷിയില്ലാത്തതുമായ ഒരു അവകാശവാദങ്ങൾ. സ്യൂഡോ സയൻസിലെ ഇങ്ങനെയുള്ള പരാമർശമൊക്കെ കേട്ടപ്പോൾ ഞാനും വിചാരിച്ചു ആ ഒരു സിനിമയുടെ ഇഫക്റ്റ് ആയിരിക്കും അതെന്ന്. പക്ഷെ ആർക്കും അറിയാത്ത മറ്റൊരു സത്യം ഉണ്ടായിരുന്നു. ഞാൻ പ്രേത സിനിമ ഇന്നുവരെയും കണ്ടിട്ടില്ല. മറ്റുള്ളവർ പറഞ്ഞ ഒരറിവ് മാത്രമേ ഉള്ളൂ. അത് കണ്ടു കഴിഞ്ഞ ഒരാളാണ് ഞാനെങ്കിൽ എനിക്ക് സമ്മതിക്കാമായിരുന്നു, ഇത് എൻ്റെ വെറും തോന്നലാണ്, ഹാലൂസിനേഷൻ, ഞാൻ വെറുതെ ചിന്തിച്ചെടുത്ത കാര്യങ്ങളൊക്കെയാണെന്ന് എനിക്ക് വിശ്വസിക്കാം. പക്ഷേ ഒരു സിനിമ പോലും കാണാതെ എങ്ങനെ അതെൻ്റെ പേടിക്കും എൻ്റെ കാഴ്ചയ്ക്കും സാധ്യമായി? അതിനുള്ള ഉത്തരം ഇതുവരെയും ആർക്കും തരാനായിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്കതിൽ വിശ്വാസമുണ്ടാകും. അല്ലാത്തവർക്ക് അത് വെറും കെട്ടുകഥകൾ മാത്രമായിരിക്കും. ഇത് എൻ്റെ 3 അനുഭവങ്ങളിൽ ഒന്ന് മാത്രമാണ്. സ്യൂഡോ സയൻസ് റിസർച്ച് ചെയ്യുന്ന പല ശാസ്ത്രജ്ഞന്മാരും പറയുന്നുണ്ട്, പ്രേതങ്ങളെ കാണുന്നത് വളരെ കുറച്ചു പേർക്ക് മാത്രം ലഭിക്കുന്ന ഭാഗ്യമാണ് എന്ന്. പക്ഷേ അതൊരു കണക്കിൽ നമ്മുടെ കണ്ണിൽ നിന്നും ഒരിക്കലും വിട്ടുമാറാത്തൊരു ശാപം തന്നെയാണ്. അതെനിക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും. കാരണം ആ ശാപം പേറിയാണ് ഞാൻ ഇപ്പോഴും നടക്കുന്നത്. ഇങ്ങനൊരു അനുഭവം ഞാൻ അധികം ആരോടും പറഞ്ഞിട്ടില്ല. പറഞ്ഞാലും ആരും വിശ്വസിക്കില്ലല്ലോ, പിന്നെ എങ്ങനെ പറയാൻ സാധിക്കും? പക്ഷേ നിങ്ങളോട് എനിക്ക് പറയണമെന്ന് തോന്നി. കാരണം നിങ്ങളിൽ പലർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം. ഇതുപോലുള്ള അനുഭവങ്ങളും ഇതിലും വ്യത്യസ്തമായ ഭയാനകമായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് ഒരിക്കലും മറക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ആരോടെങ്കിലുമൊക്കെ പറയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്ന ഈ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ അനുഭവം ഷെയർ ചെയ്യുക. നിങ്ങളുടെ പേര്, സ്ഥലം, നിങ്ങൾക്കുണ്ടായ അനുഭവം എല്ലാം വിവരിച്ച് പറയുക. തീർച്ചയായും നമ്മുടെ ചാനലിലൂടെ അത് ലോകം തന്നെ അറിയും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.